എ ശ്രീനിവാസൻ കൊലക്കേസ് പ്രതി മുഹമ്മദ് അലിക്ക് PFIയുടെ മുഖ്യ ആയുധ പരിശീലകരുമായി അടുത്ത ബന്ധം. ശ്രീനിവാസൻ കൊലപാതക ഗൂഢാലോചനയിൽ പങ്കാളിയായ മുഹമ്മദ് അലി കൊലയാളികൾക്ക് താവളമൊരുക്കിയെന്നും ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. രേഷ്മയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. രേഷ്മ, ഈ ദേശീയ അന്വേഷണ ഏജൻസി കേരളത്തിൽ അന്വേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസാണല്ലോ എ ശ്രീനിവാസൻ വധക്കേസ്. ഇപ്പോൾ ഈ വ്യക്തിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് NIAക്ക് പിടികിട്ടിയത്? ഗൗതം, ശ്രീനിവാസൻ വധക്കേസിലെ പ്രതിയായിട്ടുള്ള മുഹമ്മദ് അലിയെ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് NIA അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. റിയാദിൽ നിന്ന് വന്ന വഴിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ 4 വർഷത്തിലധികമായിട്ട് സൗദി അറേബ്യയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു മുഹമ്മദ് അലി. മുഹമ്മദ് അലിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനായിട്ടുള്ള നീക്കത്തിലേക്കും നടപടിയിലേക്കുമാണ് ഇപ്പോൾ NIA കടക്കുന്നത്. കാരണം പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ചില വിവരങ്ങളും ചില വിശദാംശങ്ങളും NIAക്ക് ലഭിച്ചിരുന്നു. അതായത് ഈ ആസൂത്രകരുടെ, അതായത് ഗൂഢാലോചന സംഘത്തിൽ മുഹമ്മദ് അലി ഉൾപ്പെട്ടിട്ടുണ്ട്. കൊലയാളികൾക്ക് താവളമൊരുക്കിയ അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തതും മുഹമ്മദ് അലി ആണെന്നും NIAക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ വിശദമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് അലിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനായിട്ടുള്ള നീക്കത്തിലേക്ക് NIA സംഘം കടക്കുക. ഈ 2047ഓടെ ഇസ്ലാമിക ഭരണകൂടം രാജ്യത്ത് സ്ഥാപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതെന്നാണ് NIA കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഈ PFIയുടെ, അതായത് PFI എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ മുഖ്യ ആയുധ പരിശീലകരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുള്ള മുഹമ്മദ് അലി. നേരത്തെ അയൂബ് എന്ന് പറയുന്ന ഒരു ആയുധ പരിശീലകൻ കോടതിയിൽ കീഴടങ്ങിയിരുന്നു. അയൂബിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും ചില ആളുകളിലേക്ക് എത്താനുള്ള സൂചനകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും മുഹമ്മദ് അലിക്ക് ഈ മുഖ്യ ആയുധ പരിശീലകരുമായിട്ട്, PFIയിലെ മുഖ്യ ആയുധ പരിശീലകരുമായിട്ട് ബന്ധമുണ്ട്. ഈ പ്രാദേശിക തലത്തിൽ മുഹമ്മദ് അലിക്ക് ചില ആളുകൾ സഹായം ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരവും NIAക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ PFIയുടെ ഒരു രീതി, ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത്, ഈ ലക്ഷ്യമിടേണ്ട ആളുകൾ, അതായത് ആരെയൊക്കെയാണ് ലക്ഷ്യം വെക്കേണ്ടത്, ഇവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അവരെ കണ്ടെത്താനായിട്ട് ഒരു റിപ്പോർട്ടേഴ്സ് വിങ്ങും അതോടൊപ്പം തന്നെ ഈ കൃത്യം അല്ലെങ്കിൽ ഈ കൊലപാതകം ഉൾപ്പെടെ ചെയ്യാനായിട്ടുള്ള ഒരു സർവീസ് ടീമും ഈ PFIക്ക് ഉണ്ടായിരുന്നു. അതിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളിൽ ഒരാളാണ് മുഹമ്മദ് അലി. എന്തായാലും മുഹമ്മദ് അലിയെ ചോദ്യം ചെയ്യാനായിട്ട് വാങ്ങി വിശദമായിട്ട് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനായിട്ടുള്ള നടപടിയായിരിക്കും ഇനി NIA സംഘം നടത്തുക. ഓക്കെ, രേഷ്മ ബാബു വിവരങ്ങൾ നൽകുകയായിരുന്നു.